ശബരിമലയിലെ കൊള്ള സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതേ സംബന്ധിച്ച് അല്ലെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞാൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, മിസ്അപ്രോപ്രിയേഷൻ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് തീർച്ചയായിട്ടും അതിനകത്ത് വരുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ അതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെ സംരക്ഷകർ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാർ അല്ലെ നോട്ടക്കാരായിരിക്കുന്ന ആളുകളുടെ അനുവാദത്തോടും അവരുടെ ഒത്താശയോടും അവരുടെ ഗൂഢാലോചനയോടും കൂടി അവരുടെ താല്പര്യപ്രകാരമാണ് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. ഈ പുറത്തേക്ക് കൊണ്ടുപോയതിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണ് ഇവർ കൊടുത്തയക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നത് ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന രണ്ടാളുകളാണ് ഇതുമായിട്ട് സ്വർണം ക്രയവിക്രയം ചെയ്യുന്നതിനോ മാറ്റുന്നതിനോ ഒരുക്കുന്നതിനോ ഒക്കെ അവരെ സഹായിച്ചു എന്ന് പറയും. അതുപോലെ ഹൈദരാബാദിലൊരു ഗ്രൂപ്പുണ്ട്, അതാരാന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. അവിടെ കൊണ്ടുവന്ന് വെച്ച് വേറെ പുതിയ പാളി ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അത് പിന്നീടൊന്നും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ പോറ്റിയെ ഇതിനു വേണ്ടി സഹായിച്ചതായിട്ട് വരുന്ന അനന്ത സുബ്രഹ്മണ്യനുണ്ട്, അതുപോലെ നാഗേഷ്, കൽപേഷ്, അങ്ങനെ പറയുന്ന പിന്നെ വാസുദേവൻ എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. ഇവരെയൊക്കെ SIT ചോദ്യം ചെയ്തു. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും ആളുകളും ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്വർണത്തിൻ്റെ എല്ലാ യാത്രയും കൈമാറ്റവും എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയോ ഒളിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈമാറിയിട്ടുണ്ടോ ഇവരിൽ കൂടാണ് ചെയ്യുന്നത്. ഇവരിൽ നിന്ന് ഈ സ്വർണം പോയ വഴി എവിടാണ്, ആരുടെ അടുത്ത് എത്തി, ഏത് ഭാഗത്ത് നിൽക്കുന്നു, എങ്ങനെ വിറ്റോ വിറ്റില്ലയോ, ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ആ കണ്ടുപിടിക്കാനുള്ള സമയം ധാരാളത്തിലധികം കിട്ടി. ആ കിട്ടിയിട്ടും ഇതുവരെ അതേ സംബന്ധിച്ചൊരു ഒരു വ്യക്തത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വരുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചുള്ള പൊതുവിൽ ഈ അന്വേഷണത്തിനകത്ത് വരുന്ന ഒരു വലിയ അഭിപ്രായ വ്യത്യാസം ഇതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് ന്യായമായും ആളുകൾ സംശയിക്കുന്നത് തെറ്റല്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് അവരോട് മാത്രമേ പറ്റുള്ളൂ, അവരിൽ മാത്രമേ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളൂ. ആ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിനൊരു വ്യക്തത ഉണ്ടാക്കാൻ ഏതാണ്ടിപ്പം 120 ദിവസത്തിൽ കൂടുതലായിരിക്കുന്നു. അതിനുള്ളിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, കേസെടുത്തതിന് ശേഷം സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം.